ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? നമ്മളൊരു ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനിപ്പം വീണ്ടും വീഡിയോസുമായിട്ട് വന്നത് കേട്ടോ. ചെറിയൊരു ഗ്യാപ്പ് എടുത്തിരുന്നു. ഫുള്ള് ബിസി ആയിരുന്നു കേട്ടോ. നമ്മൾ ഒരു ക്യാംസിസിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഒപ്പന കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ ആ ഒരു പരിപാടിക്ക് നമ്മൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഒരു സ്റ്റോളൊക്കെ ഇട്ടിരുന്നു, ഫുഡിൻ്റെ സ്റ്റോള്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കായതുകൊണ്ട് പിന്നെ കുറച്ച് വീഡിയോസ് ഇടാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ. അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോസാണ് ഞാനിന്ന് ഉൾപ്പെടുത്തിയത്. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പാൻ കേക്കും അതുപോലെ തന്നെ സ്ട്രോബെറി ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ സ്ട്രോബെറിൻ്റെ സീസൺ ആണ് ഇപ്പം എന്നുള്ളത്. നല്ല തണുപ്പാണല്ലോ. അപ്പോൾ ഇഷ്ടം പോലെ ചെറിയ പൈസക്ക് സ്ട്രോബെറി കിട്ടും. അപ്പോൾ ഞാനതാണ് കഴിച്ചത്. അതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാസിക്ക് മധുരം കഴിക്കില്ല, അതുകൊണ്ട് ഓന് ഇവിടെ കിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കിച്ചടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ചെറുപയർ പരിപ്പില്ലേ, അതാണിത്. ഒരു കപ്പ് ചെറുപയർ പരിപ്പും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കയമ അരിയും കൂടെ കൂട്ടിയിട്ട് കുക്കറിൽ 2-3 വിസിലടിച്ച് വേവിച്ചെടുത്തതാണ്, വെള്ളം ചേർത്തിട്ട്. അതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയാൽ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് മതി കേട്ടോ. വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു വറവിടണം. അത് നമ്മൾ നെയ്യിലാണ് ഇടുക കേട്ടോ. അപ്പോൾ നെയ്യ് കാണിക്കുമ്പോൾ എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വരുന്നതാണ്, നിങ്ങൾ ഏത് നെയ്യാണ് വാങ്ങലെന്നൊക്കെ ചോദിച്ചിട്ട്. ഞാനെപ്പോഴും പറയലുണ്ട് അതിൻ്റെ ബ്രാൻഡല്ല നോക്കേണ്ടിയെന്നുള്ളത്. എനിക്കിവിടെ എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഒരു ഫാം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അൽമറായിൻ്റെ ബ്രാൻഡ്, അതാണ് വാങ്ങിക്കല്. അപ്പോൾ ഇൻഗ്രീഡിയൻസിൽ നോക്കാം കൗൻ്റെ പ്രോഡക്റ്റ് തന്നെ ആണോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിലുണ്ടാവും എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ള, മിൽക്ക് ഇതാണോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഫാറ്റും കൂടെ ചേർത്തിനോ ഇല്ലയെന്നൊക്കെ. അത് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. നാട്ടിലാണെങ്കിൽ ഞാൻ നമ്പീശൻ്റെ നെയ്യ് അല്ലെങ്കിൽ മിൽക്കി മിസ്റ്റ് അല്ലെങ്കിൽ മിൽമ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിക്കൽ. ഇനിയിപ്പോൾ അതാ ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ ഗീ ഇടുന്നുണ്ട്. ഗീ ഒക്കെ നിങ്ങൾക്ക് വേണ്ടത്ര എടുക്കട്ടോ, അതിനൊന്നും ഒരു പ്രത്യേക അളവൊന്നുമില്ല. അതിലേക്ക് ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബാസിക്ക് കിസ്മിസ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് ഇടാത്തത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തത്. ഇനിയിപ്പോൾ നമ്മളത് ഈ ഒരു കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. കിച്ചടിയിലേക്ക് ചേർത്ത് ഒന്നിച്ച് മിക്സ് ചെയ്യുന്നതിന് പകരം നമ്മൾ ചൂടോടുകൂടി വിളമ്പിയിട്ട് അതിൻ്റെ മേലെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് ഓന് വിളമ്പുന്നതാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് പഞ്ചസാര ചേർത്തിട്ടാണ് കഴിക്കുക. ഒന്നുകിൽ പഞ്ചസാര മിക്സ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഹണി ചേർത്തിട്ടും കഴിക്കുക. അപ്പോൾ അവനിവിടെ പഞ്ചസാര വേണ്ട, അവന് മധുരം തീരെ വേണ്ട. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്, അവന് ഇങ്ങനെ തന്നെയാണ് കഴിക്കുക കേട്ടോ. അടിപൊളിയായിട്ടുള്ള നമ്മളെ കിച്ചടിയാണ്. നമ്മൾ നോമ്പിനൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രസവിച്ച പെണ്ണുങ്ങൾക്കും കൊടുക്കലുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ഞാനിവിടെ മന്തിയാണ് ഉണ്ടാക്കുന്നത്, ഗ്രിൽ ചിക്കനുമാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ചിക്കനുള്ള മാരിനേഷനാണ് പറയുന്നത് കേട്ടോ. അതുപോലെ പാപ്രിക്ക ഇട്ടും അതുപോലെ തന്നെ വെളുത്തുള്ളിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഏതെങ്കിലും ടൈപ്പ് ഒരു അറബിക് സ്പൈസ് പൗഡർ കേട്ടോ. ഞാനിവിടെ അത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്, ഞാൻ മുമ്പ് വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ. ഇനിയിപ്പോൾ അത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് കുറച്ച് സാഫ്രോൺ ആണ് കേട്ടോ. സാഫ്രോൺ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങിക്കണേ. ഇത് ഞാൻ പണ്ട് നല്ല 2-3 വർഷം മുന്നേ ഞാൻ കാശ്മീരിൽ പോയപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന അതിൻ്റെ ഫാക്ടറിയിൽ പോയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടത്. അപ്പോൾ ഇതെങ്ങനെ ഒറിജിനൽ ആണോ എന്ന് തിരിച്ചറിയാൻ ഒരുപാട് ടിപ്സൊക്കെ അവിടെ നിന്ന് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. ഇനിയിപ്പോൾ വേണ്ടി കുറച്ച് കട്ടിയുള്ള സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ടേബിൾ സ്പൂണൊക്കെ മതി. ഇനിയിപ്പോൾ വേണ്ടി കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും കൂടെ വേണം, ഒരു 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞ് വയ്ക്കാം. ഇനിയിപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഒരു ചിക്കനാണ് എടുത്തത്, 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്, ഓയിലാണ് കേട്ടോ. അത് ഒലിവ് ഓയിലാണ് ചേർക്കേണ്ടത്. ഒലിവ് ഓയിലും ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ചോദിക്കലിൻ്റെ ഏത് ബ്രാൻഡാണെന്നുള്ളത്, അതും ഞാൻ പറയാണ്, ബ്രാൻഡല്ല പ്രധാനം, അതിൻ്റെ ഇത് നോക്കുക. 100% വെർജിൻ ഒലിവ് ഓയിൽ എന്നൊക്കെ മുന്നിൽ കാണും, പക്ഷേ ഇൻഗ്രീഡിയൻസ് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലതിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ബ്ലെൻഡഡ് വിത്ത് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ബ്ലെൻഡഡ് വിത്ത് പൊമൈസ് ഓയിൽ എന്നൊക്കെ ഉണ്ടാവും. അങ്ങനത്തത് വാങ്ങിക്കരുത്. 100% പ്യുവർ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ എന്ന് ഇൻഗ്രീഡിയൻസിൽ കാണുന്നത് മാത്രം വാങ്ങിക്കട്ടോ. അതിൻ്റെ കൂടെ വേറെ ഒന്നും ഉണ്ടാവരുത്. അപ്പോൾ അത് ആ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ നന്നായിട്ട് വൃത്തിയാക്കി കൊണ്ടുവന്നതാണ് ഇത്. 1 കിലോൻ്റെ ചിക്കനാണിത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഇങ്ങനെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഇതിൽ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല നിൽക്കേണ്ട സമയം എന്ന് പറയുന്നത് ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും വേണം കേട്ടോ. ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും വേണം. 4-5 മണിക്കൂറല്ല, 6 മണിക്കൂറല്ല, 10 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലതാണ്. ഫ്രിഡ്ജിൽ തന്നെ വെക്കണേ. അപ്പോൾ അതൊരു ഭാഗത്ത് നന്നായിട്ട് തേച്ചിട്ടുണ്ട്, ഇപ്പുറത്തും തേച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് സമയമില്ല, 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ ടൈം ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വര ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളൊന്ന് കീറലിടുക എന്ന് പറയില്ല, അങ്ങനെ വേണമെങ്കിൽ വര ഇട്ട് കൊടുക്കുക. എനിക്ക് പിന്നെ അത് വലിയ താല്പര്യമില്ല, കാണാനൊരു ഭംഗി ഉണ്ടാവില്ല എന്നുള്ളതിൽ ഞാൻ അങ്ങനെ ഇടലില്ല. മാക്സിമം കുറച്ച് സമയം വെക്കലുണ്ട്. ഇനി തീരെ സമയമില്ലെങ്കിൽ മാത്രമാണ് ഞാനങ്ങനെ വര ഇട്ട് കൊടുക്കലുള്ളൂ.
ഇപ്പോൾ അത് നന്നായിട്ട് എല്ലാം തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കളർ ചേർക്കണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. മഞ്ഞ ചുവപ്പൊക്കെ കളറൊക്കെ ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് തേച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്നത് മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. മന്തിക്കുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ഉണക്കമുളക്, ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, പിന്നെ പട്ട എടുത്താണ്, പിന്നെ പച്ച ഏലക്കായ എടുത്താണ്, പിന്നെ വേണ്ടത് കറുത്ത ഏലക്കായ ഇട്ടോ അതും എടുത്താണ്, പിന്നെ കുറച്ച് കുരുമുളകും ഉണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പച്ചമല്ലി ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കണില്ല, ചേർത്തിട്ടും ചേർക്കാതെ ഒക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഇത്രയും സാധനങ്ങൾ മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധനങ്ങൾ മൊത്തത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കലാണ് കേട്ടോ ചെയ്യൽ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോന്നോരോന്ന് പെറുക്കണ്ടില്ല. മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ, അതിനാണ് അങ്ങനെ ചെയ്യണത്. ഇനിയിപ്പോൾ മന്തി ഉണ്ടാക്കേണ്ട വലിയൊരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ നെയ്യ് തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ. നെയ്യിലും ഓയിലും ഒക്കെ ഉണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം നല്ല നെയ്യ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് 1/2 ടേബിൾ സ്പൂൺ. ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം ഇതിലേക്ക് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കട്ടെ. ഒരു ചെറിയ സൈസുള്ള ഉള്ളി ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണ്, ഒരു ചെറിയ സൈസ്. അപ്പോൾ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ മീഡിയം സൈസ് എന്നൊക്കെ പറയേണ്ടി വരും, ഇവിടുത്തെ ചെറിയ സൈസ്. ഇനിയിപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ ഒരു ഉള്ളിയും ഈ ഒരു വെളുത്തുള്ളിയും കൂടെ നമ്മൾ വഴറ്റണ സമയത്ത് ചെറിയ സിമ്മിലേ ചെയ്യാവൂ കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ആ ഉണക്കമുളക് മാത്രം ഞാൻ സെപ്പറേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബാക്കിയെല്ലാം ഈ ഒരു ഇതിൽ ഉൾക്കൊള്ളിച്ചിരുന്നു കേട്ടോ. പിന്നെ അത് ഒരു 4 ക്യൂബ് ചിക്കൻ ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പാക്കറ്റാണ് എടുത്തത്. 4 ക്യൂബോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 ക്യൂബ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ 4ആണ് എടുത്തത്. അപ്പോൾ ഓരോരുത്തർ ഇഷ്ടം പോലെ ഫ്ലേവർ കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മെൽറ്റ് ആകുന്ന വരെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ട് മെൽറ്റായിട്ട് വരും, ആ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന പാകം വരെ. ഇനിയിപ്പോൾ അത് ഞാൻ അരമണിക്കൂർ മുമ്പേ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സെല്ല ബസ്മതി റൈസാണ്. ഇതും ഇതേപോലെ ബ്രാൻഡ് ചോദിക്കുന്നവരോട് ഞാനിവിടെ വലീമൻ്റെ ബ്രാൻഡാണ് വാങ്ങിക്കൽ കേട്ടോ. സ്ഥിരമായിട്ട് വലീമ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് ആ സോക്ക് ചെയ്ത അരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇളക്കാൻ പോകണ്ട, കാരണം സോക്ക് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെള്ളം ഇരട്ടി എടുത്തിട്ടുണ്ട്. ചില അരിക്ക് 1 1/2 കപ്പ് എന്നുള്ള വെള്ളം മതിയാവും കേട്ടോ. ചിലതിന് ഡബിൾ തന്നെ വേണ്ടി വരും. അപ്പോൾ അത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു തീ ഓഫ് ചെയ്യണതിന് മുന്നേ തന്നെ നല്ല തിളച്ച വെള്ളം കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരി പൊട്ടിപ്പോവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചിക്കൻ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഓരോ ബ്രാൻഡിനും ഓരോ ടൈപ്പിലുള്ള ഉപ്പായിരിക്കും. ചിലത് നല്ല ഉപ്പുണ്ടാവും, ചിലത് കുറഞ്ഞ ഉപ്പായിരിക്കും. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലാണ് മനസ്സിലാവുക. അപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചെറിയ സിമ്മിലിട്ടിട്ട് നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ മൂടി വെച്ചിട്ട് ചെറിയ സിമ്മിൽ വെള്ളം വറ്റുന്ന വരെ വേവിച്ചെടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് ഒന്ന് വറ്റിയെന്ന് കണ്ടു കഴിഞ്ഞാൽ, കുറച്ചും കൂടെ വറ്റാനുണ്ട്, പക്ഷേ ഏകദേശം ഒന്ന് വറ്റിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാനത് 2 കളറ് മിക്സാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചുവപ്പും ഒന്ന് മഞ്ഞയാണ്. അത് ഒരു 2-3 തുള്ളി റോസ് വാട്ടർ മിക്സ് ചെയ്തതാണ് കേട്ടോ. ബാക്കി വെള്ളമാണ്. 2-3 തുള്ളി റോസ് വാട്ടറിൽ ഒന്ന് മിക്സ് ചെയ്തതാണ്. ഇനിയിപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്മോക്കി ഫ്ലേവർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മന്തിക്ക് അങ്ങനെ സ്മോക്കി ഫ്ലേവർ വേണമെന്നില്ല. ഇനിയിപ്പോൾ ആ ഒരു ചാർക്കോളിൻ്റെ മേലേക്ക് കുറച്ച് ഗീ ഉരുക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2-3 പച്ചമുളകും കൂടെ ഞാൻ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടെ തീയിൽ ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുക. അതിന് ശേഷം തീ ഓഫാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്ന സോസാണ് ഇത്. സലത്ത എന്ന് പറയും, സൽസ എന്ന് പറയും, ആ ഒരു സോസ്. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ സൈസുള്ള ഒരു ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഈ ഒരു സൈസ് കേട്ടോ. പിന്നെ വേണ്ടത് ഈ ഒരു 2 പച്ചമുളകും, അതുപോലെ തന്നെ വലിയ തക്കാളി ആണെങ്കിൽ 1, ഒരു മീഡിയം സൈസ് ആണെങ്കിൽ 2 എണ്ണം. ഈ 3 സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു സോസ് ഉണ്ടാക്കുക. അത് 3ഉം കൂടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. ഇപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുക കേട്ടോ. ഇതിപ്പോൾ പ്ലം ടൊമാറ്റോ അല്ല ഞാൻ ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് കളർ ഇല്ലാത്തത്. കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കളർ വരികയും ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ചിക്കൻ ഇല്ല, അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 4 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഈ ഒരു ഇത് എടുത്തത് കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാണ് വേണ്ടത്. ബേക്ക് ചെയ്യാന്നല്ല, ഗ്രില്ല് ചെയ്യുക. ഓവനിൽ ഗ്രില്ലിൻ്റെ ഓപ്ഷൻ നിൽക്കിയാൽ മതി. എന്നിട്ട് 250 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് വെച്ചിട്ട് ഞാനിവിടെ 1 അവറാണ് ഇത് ബേക്ക് ചെയ്ത് എടുക്കുന്നത് കേട്ടോ, ഗ്രില്ല് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ അതാണ് തീയൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷമാണ് ഇത് തുറക്കണത്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ചാർക്കോൾ ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള മന്തിയാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ മന്തി നമ്മൾ സൗദിയിൽ നിന്ന് തന്നെ കഴിക്കണം, സൗദിൻ്റെ ഒറിജിനൽ മന്തി എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ കമൻ്റൊക്കെ ഇട്ടിരുന്നു. മന്തി എന്ന് പറയുന്നത് യമൻ്റെ ഐറ്റാന്നുള്ള, അത് നമുക്കും അറിയാം കേട്ടോ, യമൻ്റെ തന്നെയാണെന്നുള്ള. സൗദി അല്ല, ഒറിജിൻ എന്ന് പറയുന്നത് യമൻ തന്നെയാണ്. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
ഇവിടുന്ന് കഴിക്കുന്ന മന്തിയാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഫ്ലേവർഫുള്ളും. ഈ ഒരു ടേസ്റ്റ് ഞാൻ വേറെ എവിടുന്നും കഴിച്ചതായിട്ട് എനിക്ക് എൻ്റെ ഇതിലില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ദുബൈയിലും അവിടുന്ന് ഇവിടുന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എപ്പോഴും പറയാം നമ്മൾ സൗദിയിലാണ് നല്ല മന്തി കിട്ടുക എന്ന് പറയലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എനിക്ക് തോന്നുന്നു യമനീസ് കൂടുതലുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടാക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് യമനീസാണ്. ഇവിടെ എപ്പോഴും യമനികൾ കൂടുതലുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടായിരിക്കും ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് ഇവിടെ വന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലും ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ള ആ ഒരു നമ്മൾ എന്താ പറയുക സദ്ദൻ്റെ മന്തി അല്ലെങ്കിൽ ആ ഒരു സദ്ദ എന്നൊക്കെ പറയുന്ന ഇവിടുത്തെ മന്തിൻ്റെ ഫേമസ് ഷോപ്പാണ് കേട്ടോ. അവിടെ നിന്നൊക്കെ കിട്ടുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ എനിക്ക് അത്രയും ഉറപ്പ് തരാൻ പറ്റും. ഗ്യാരണ്ടീഡാണ് ഈ ഒരു ടേസ്റ്റിന് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മന്തിയാണിത്. സൂപ്പർ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ വേവിച്ച് ഊറ്റിയെടുക്കുന്ന മന്തി എന്ന് പറയുന്നത് അത് ഈ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ. അതിൻ്റെ ഫ്ലേവർ ഒന്നും ഈ ഒരു രീതിയിൽ വരില്ല. വേവിച്ച് ഊറ്റി അരി ഊറ്റിൻ്റെ മേലെ ഇടുക എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കുന്ന സമയത്താണ് നമുക്ക് ആ ഒരു ഒറിജിനൽ മന്തിൻ്റെ ടേസ്റ്റ് വരിക. അപ്പോൾ കണ്ടല്ലോ അടിപൊളി ടേസ്റ്റിയാണ്. തിന്നാലും നമുക്ക് പൂതിയിടാത്ത ടേസ്റ്റാണ് കേട്ടോ. ചിലർക്ക് മന്തി ഇഷ്ടം ഉണ്ടാവില്ല, ബിരിയാണി മാത്രമായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഒരുപാട് മന്തി റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ചിക്കനും ഞാനിവിടെ ഗ്രില്ല് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂർ ഞാൻ കുക്ക് ചെയ്തെടുത്തതാണ്. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. ഞാനത് ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു തക്കാളി ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളി കുറച്ച് കഴിഞ്ഞ സമയത്ത് ഒന്നും കൂടെ ഒന്ന് റെഡ് ആയിട്ടുണ്ട്. ഇനി നല്ല റെഡ് വേണമെന്നുണ്ടെങ്കിൽ പ്ലം ടൊമാറ്റോ ഉപയോഗിച്ചാൽ മതി. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ സ്നാക്കായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കായ്പത്തിരി എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ. ഒരു 10 മുട്ടയും 1/2 കപ്പ് പഞ്ചസാരയും കൂടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനിയിപ്പോൾ വേണ്ടത് ഒരു ഫ്ലേവറിന് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുത്താണ്. പിന്നെ ഞാനിതോടെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് വെനിലയും കൂടെ ചേർക്കലുണ്ട് കേട്ടോ. അന്നേരം ഒരു പ്രത്യേക ഫ്ലേവർ ആവും രണ്ടും കൂടെ വരുന്ന സമയത്ത്. ആ ഒരു ഏലക്കായും ആ ഒരു വെനിലയും കൂടെ വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് നമ്മൾ ഫോർക്ക് തന്നെ ഈ ഒരു പഞ്ചസാര അലിയുന്ന വരെ മിക്സ് ആക്കണം കേട്ടോ. നിങ്ങൾ മിക്സിയിലിട്ട് അടിക്കാൻ പോയാൽ ഇതിന് പത വരും. അങ്ങനെ പത വരാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ മിക്സ് ചെയ്ത് നന്നായിട്ട് അലിയിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലില്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടി കലക്കി വെച്ചാലും മതി കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണാണ് ഈ ഒരു അളവിലേക്ക് വേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള പഴം, നല്ല നേന്ത്രപ്പഴം അത് നമുക്ക് വാട്ടിയെടുക്കുക എന്ന് പറയില്ല, അങ്ങനെ വാട്ടിയെടുക്കണം. ഒരു പാത്രത്തിൽ ഞാനിതാ ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 4 വലിയ സൈസുള്ള പഴം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ കൈപ്പോളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ പുറത്തേക്ക് പോവുകയാണ്, അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ പകുതിയാക്കിയിട്ട് 2 ബാച്ചാക്കിയിട്ട് ഞാനിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ കൈപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നന്നായിട്ട് പഴുത്ത പഴം കൊണ്ടാണ് ഉണ്ടാക്കുക എന്ന് ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് ഒരുപാട് എണ്ണ കുടിച്ച പോലെ തോന്നുകയും ചെയ്യും, കാണാനൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. നന്നായിട്ട് പൊങ്ങി വരില്ല ഈ ഒരു ഓവറായിട്ടുള്ള റൈപ്പ് ചെയ്തിട്ടുള്ള പഴം എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നന്നായിട്ട് പഴുക്കണം, പക്ഷെ ആ ഒരു അലിഞ്ഞ ടൈപ്പ് ആവരുത്. നല്ല മധുരമുള്ളതും നല്ല ഒത്ത പഴുപ്പുള്ളതും ആയിരിക്കണം. നല്ല പച്ചയാവരുത്, നല്ല പഴുപ്പും ആവരുത്. അതിൻ്റെ മിഡിൽ വരുന്നത് എടുത്താലാണ് കൈപ്പത്തിരി കാണാനും നല്ല ഭംഗി ഉണ്ടാവും, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. എന്നാലും നമ്മൾ ഈ ഒരുപാട് ഓയിലൊന്നും ഉള്ള പോലെ നമുക്കൊരു ഫീൽ ചെയ്യൂല. അപ്പോൾ നല്ല ഒരു കുറഞ്ഞ ഓയിലേ ഇതെടുക്കുകയുള്ളൂ. നമ്മൾ വാട്ടുന്ന സമയത്തൊന്നും പേടിക്കേണ്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഈ ഒരു ടൈപ്പിൽ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതൊരു ടിപ്പാണ് കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പാണത്. അപ്പോൾ അത് ഞാൻ പഴമൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ രാവിലെ കിച്ചടിക്ക് എടുത്തതാണ് കേട്ടോ. ഇവിടുത്തെ തണുപ്പുകൊണ്ട് ഇത് നല്ല കട്ടായിട്ട് പോയി. അപ്പോൾ ആ നെയ്യ് തന്നെയാണ് ഞാനിപ്പോൾ ഇതിനെടുക്കുന്നത്. അപ്പോൾ അത് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിലുള്ള നെയ്യാണ് ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് പാത്രത്തിലാണോ നിങ്ങൾ കായ്പത്തിരി ഉണ്ടാക്കുന്നത് ആ ഒരു ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ ഒരു ഷേപ്പിലുള്ള ചെമ്പാണ് എടുത്തത്. അതിലേക്ക് ആദ്യം നമ്മൾ ആ ഒരു നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നെയ്യ് മാത്രം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ചെമ്പൊന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. അതിങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് എല്ലായിടത്തും ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണൊക്കെ ഈ ഒരു നെയ്യുള്ളൂ കേട്ടോ, മാക്സിമം 1 ടേബിൾ സ്പൂൺ. ഇനിയിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ പഴമൊക്കെ നന്നായിട്ട് നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള പഴം തന്നെയാണ്. അപ്പോൾ കുറച്ച് ഞാനവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അത് മേലെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വേണമെന്നൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു പഴമൊക്കെ വേറെ നിൽക്കണം കേട്ടോ ആ മുട്ടയിൽ. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചൂടായ ആ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ നല്ല സിമ്മിലാക്കി വെക്കണേ തീ. എന്നിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിലുള്ള പഴം എടുക്കുന്ന സമയത്ത് പഴം താന്നു പോയി അല്ലെങ്കിൽ മേലെ പൊന്തിക്കുന്നത് താന്നു പോകുന്നു അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ലെവലിൽ പഴം നിൽക്കും. ഇനി ഇത് അടച്ച് വെച്ച് ചെറിയ സിമ്മിൽ വേവിച്ചെടുക്കണം. ഒരു 10-20 മിനിറ്റ് എടുക്കും കേട്ടോ അതായി വരാൻ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ തുറന്നിട്ടുണ്ട്. ഒരു ഫുള്ളി കുക്കായിട്ടില്ല. ഇനി അതിൻ്റെ മേലെ ഞാൻ ഈ ഒരു എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പഴമില്ലേ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു എവിടെയാണോ പഴം ഇല്ലാണ്ടതായിട്ട് തോന്നുന്നത്, നമുക്ക് മോൾ ഭാഗത്ത് എവിടെയാണോ ഇല്ലയെന്ന് തോന്നുന്നത് അവിടെ മാത്രം നമുക്ക് ഈ ഒരു കുറച്ച് പീസ് ഇങ്ങനെ മേലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് എന്താ പറയുക വെള്ളമൊക്കെ വലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളിത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഞാൻ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ കിസ്മിസും ഇടും കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇവിടെ പിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ കിസ്മിസ് ഒഴിവാക്കുന്നത്.
അപ്പോൾ അതാ അണ്ടിപ്പരിപ്പ് ഞാൻ മേലെ നല്ല ഭംഗിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഇതിൻ്റെ വെള്ളമൊക്കെ ഫുള്ളായിട്ട് വറ്റുന്ന വരെ ഒന്ന് ചെറിയ സിമ്മിൽ ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് ഒക്കെ വേണ്ടി വരും. ഒന്നും കൂടെ വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ആ ഒരു കൈപ്പോളൊക്കെ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിതാ ഇതൊരു പ്ലേറ്റിലേക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പം നല്ല സിമ്മിലായിരിക്കണം വെക്കണം, അത് കരിഞ്ഞു പോകാൻ പാടില്ല. കണ്ടല്ലോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെ കേട്ടോ. നല്ല കായ്പത്തിരിയാണ്, നല്ല ഫ്ലേവറുമാണ്. ഇനിയിപ്പോൾ അത് തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ ഇടുന്നുണ്ട് ഞാൻ. ഇപ്പോൾ അതാ കണ്ടില്ലേ, നമ്മൾ ആ ഒരു മേലെ അണ്ടിപ്പരിപ്പും കുറച്ച് പഴം കൂടെ വെക്കുന്ന സമയത്ത് മേലെ നന്നായിട്ട് ഇത് പഴം ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. മുറിച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അലുമിനിയം ഫോയിലൊക്കെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഞങ്ങളും അസ്ലങ്കാരൻ മരുവൻ എന്ന് പറയുന്ന ഞങ്ങൾക്ക് എപ്പോഴും പറയലുണ്ട്, വീഡിയോയിലൊക്കെ കാണിച്ചു തരലുണ്ട്. നവാസ് എന്ന് പറയുന്നത്, നവാസും ഫായും ഉണ്ട് കേട്ടോ. ഫായും മോളും റതും ഞങ്ങൾ 2 ഫാമിലി ആയിട്ട് ഞങ്ങൾ ഒന്ന് തായിഫ് വരെ പോവുകയാണ്. മെയിനായിട്ട് നമ്മളവിടെ പോണത് ബേർഡ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർക്കുണ്ട്. ബേർഡ്സിന് നമുക്ക് കൈമേലെടുക്കാനും ഇതാക്കാനൊക്കെ പറ്റുന്ന കുറേ ആയിട്ടൊരു ആഗ്രഹമായിരുന്നു അവിടെ പോകണം എന്നുള്ളത്. അപ്പം നവാസ് വിളിച്ചപ്പോൾ നമ്മൾ റെഡിയാന്ന് പറഞ്ഞിട്ട് വേഗം ഇറങ്ങിയതാണ്. അപ്പോൾ അവിടേക്ക് പോവുകയാണ് നമ്മൾ വൈകുന്നേരം. അവിടെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തുന്ന രീതിയിലാണ് പോണത്. പിന്നെ അവിടെ സൂ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് കാണാൻ ഒരുപാട് പ്രാവശ്യം പോയ സ്ഥലമാണ് തായിഫ്. എന്നാലും നമ്മൾ തണുപ്പ് വരുന്ന സമയത്ത് ഈ ചിന്തക്കാർ മൊത്തം പോകുന്ന ഒരു സ്ഥലമാണ് തായിഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, അടിപൊളിയായിട്ടുള്ള നമ്മളെ കായ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പാക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായയും കാച്ചിയിട്ടുണ്ട്, ഫ്ലാസ്കിൽ ചായ നിറച്ചും എടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്നാണ് ഈ ഒരു ചായൻ്റെ ഇത് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പാക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അസ്സലാമു അലൈക്കും.